കൃഷിയിടത്തെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിച്ച കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചു. വയനാട് നടവയൽ പുലയൻപറമ്പിൽ ബെന്നിയാണ് മരിച്ചത്. കഴിഞ്ഞ 19-ന് പാതിരി സൗത്ത് സെക്ഷൻ പരിധിയിലുള്ള വനത്തിനുള്ളിൽ നിന്നും നാട്ടിലിറങ്ങിയ ഒറ്റയാനാണ് ബെന്നിയെ ഓടിച്ചത്. ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയിൽ കൃഷിയിടം സംരക്ഷിക്കാനുള്ള വേലിയിൽ തട്ടി വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിരിക്കെയാണ് ബെന്നിയുടെ മരണം. വയനാടൻ മണ്ണിൽ കർഷകന്റെ കൃഷിയും ജീവിതവും വന്യമൃഗങ്ങളുടെ കളിപ്പാട്ടമായി മാറിയിരിക്കുകയാണ്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വയനാടിനെ പിടിച്ചു കുലുക്കുകയാണ്. കൃഷിയിടവും ജീവനും സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് വയനാടൻ കർഷകർ. മണ്ണിനെ പൊന്നാക്കി നൂറുമേനി വിളയിച്ച് കതിരുകൾ കൊയ്യാൻ പാകമായ കൃഷിയിടത്തിൽ കാട്ടാനയെ തുരത്താനായി ശ്രമിക്കുകയായിരുന്നു പുലയൻപറമ്പിൽ ബെന്നി. എന്നാൽ തൻ്റെ നേരെ പാഞ്ഞെടുത്ത കാട്ടുകൊമ്പനിൽ നിന്നും ജീവൻ രക്ഷിക്കാനായി ഓടിയ ബെന്നി വീണു പരിക്കേറ്റത് മരണത്തിന് കാരണമായി. നാളുകളായി വനം വകുപ്പിനോടും അധികൃതരോടും വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചിട്ടും ഫലമുണ്ടായില്ല. എന്നാൽ വന്യമൃഗ സംഘർഷം തന്നെയാണ് മരണകാരണമെന്നും കർഷകന്റെ ജീവനും സ്വത്തിനും അധികൃതർ മറുപടി പറയണമെന്നും ബെന്നിയുടെ വിയോഗത്തെ തുടർന്ന് അനാഥമായ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും AKCC നടവയൽ ഫൊറോന കമ്മിറ്റി പ്രസിഡന്റ് വിൽസൺ തോമസ് ചേരവേലിൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം കിട്ടുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏറ്റവും കുറഞ്ഞത് 50 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിന് നഷ്ടപരിഹാരമായി കിട്ടണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരംഗത്തിന് അർഹമായ ജോലിയും നൽകണമെന്നാണ് AKCC ശക്തമായി ആവശ്യപ്പെടുന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വയനാടൻ കർഷകന് മണ്ണിൽ വിയർപ്പൊഴുക്കി വിളയെടുക്കാനാകുമ്പോൾ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കൃഷിയിടത്തിലെത്തി അവ നശിപ്പിക്കുകയാണ് പതിവ്. ഏറെ പരാതിപ്പെട്ടിട്ടും പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല എന്നതാണ് ഇവരുടെ ആക്ഷേപം. വന്യമൃഗങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് നട്ടാലും അത് മുഴുവൻ പന്നി, ആന എന്നീ മുതലായ മൃഗങ്ങൾ വന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിന് വേണ്ട ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എന്ത് കൃഷി ചെയ്താലും നശിപ്പിച്ചു കളയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഒരു പടക്കം പൊട്ടിച്ചിറങ്ങി പോകുന്നതല്ലാണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതിന് വേണ്ട ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷികളെയും വിളകളെയും സംരക്ഷിക്കാനുള്ള സത്വരമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യണം. വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ ഇല്ലാത്തൊരു ദിവസം, പേടി കൂടാതെ അന്തിയുറങ്ങാൻ കഴിയണം. അതിനുവേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വയനാടൻ കർഷകർ. ഷെക്കേന ന്യൂസ്, വയനാട്.